ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനഭാഗം 120 മുതൽ 123 വരെയുള്ള സങ്കീർത്തനങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 121 സങ്കീർത്തനം 5 വാക്യം. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. ദൈവത്തിൻ്റെ പരിപാലനത്തെ വ്യക്തമാക്കുന്നൊരു മനോഹരമായ സങ്കീർത്തനമാണ് ഇത്. സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും ദൈവിക പർവ്വതങ്ങളിലേക്ക് ശിരസുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു തീർത്ഥാടകന്റെ വിചാരങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ ഉള്ളത്. ദൈവ സാന്നിധ്യം നൽകിത്തരുന്ന സമാധാനപരമായ ആത്മവിശ്വാസത്തിൻ്റെ ഉന്നതിയിലേക്കാണ് ഈ സങ്കീർത്തനം നമ്മെ ഏവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. തത്സമയത്ത് സഹായമായ ഒരു പർവ്വതം പോലെ ദൈവം പ്രവർത്തിക്കുന്നു. അതിനാൽ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈ സങ്കീർത്തനത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, കണ്ണുകൾ ഉയർത്തുന്ന സങ്കീർത്തനക്കാരൻ. ചെറിയൊരു സങ്കീർത്തനമാണെങ്കിലും ദൈവമക്കളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ ഈ സങ്കീർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. യഹൂദ ജനത മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസികൾ എക്കാലത്തും ഉരുവിടുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന വരികളാണ് ഈ സങ്കീർത്തനത്തിലേത്. സിയോനിലേക്കുള്ള തീർത്ഥാടകരുടെ കണ്ണിൽ തെളിഞ്ഞു വരുന്ന സിയോൻ മലയെക്കുറിച്ചുള്ള ചിന്തയാകാം ഇവിടെ പർവ്വതം എന്നതുകൊണ്ട് സങ്കീർത്തനക്കാരൻ അർത്ഥമാക്കുന്നത്. അതിനാൽ സിയോൻ മലയിലേക്ക് നോക്കുമ്പോൾ, അഥവാ ദൈവത്തിൻ്റെ ആലയമുള്ള പർവ്വതത്തിലേക്ക് നോക്കുമ്പോൾ, അവിടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ആരാധനാ ഇടങ്ങളിൽ കണ്ണുകൾ ഉയർത്തി യഹോവയെ കാണുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? രണ്ടാമതായിട്ട്, തണൽ ആഗ്രഹിക്കുന്ന സങ്കീർത്തനക്കാരൻ. ഇവിടെ കുറുവാക്യത്തിൽ നമ്മൾ കേട്ടതുപോലെ വലത്ത് ഭാഗത്ത് തണലായി യഹോവ ഉണ്ടെന്നത് മരുഭൂപ്രയാണത്തിൽ നിന്നും മനസ്സിലാക്കാവുന്ന ശക്തമായ ഒരു ചിന്തയാണ്. സങ്കീർത്തനങ്ങൾ 91-ലും ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിക്കുന്നതായിട്ട് നാം കാണുന്നു. ദൈവാലയത്തിൽ കൊത്തിയെടുത്തിരിക്കുന്ന കെരൂബുകളുടെ നിഴൽ എന്നുള്ള ചിന്തയും ഈ ഒരു തണൽ എന്ന വാക്കിനെ സംബന്ധിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. എന്നാൽ ഒരു കാൽനട യാത്രക്കാരനെ സംബന്ധിച്ച് സൂര്യൻ പകൽ സമയത്ത് അപകടകരമായ തരത്തിൽ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അവിടെയും ആ വ്യക്തിക്ക് ദൈവം തണലായി മാറുന്നു. ഒരു മനുഷ്യൻ എപ്പോഴും തണൽ ആഗ്രഹിക്കുവാനുള്ള സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, നാം ഓർക്കുക, ഈ ലോകത്തിൻ്റെ തണൽ നശ്വരമാണ്. എപ്പോൾ വേണമെങ്കിലും അത് നമുക്ക് നഷ്ടപ്പെടാം. എന്നാൽ കണ്ണുകൾ ഉയർത്തുവാനും സ്വർഗത്തിലേക്ക് നോക്കുവാനും നീ തയ്യാറായാൽ യഹോവയുടെ തണൽ, കെരൂബുകളുടെ തണൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതിനാൽ ഉറങ്ങാത്തവനായ, മയങ്ങാത്തവനായ ആ തമ്പുരാന്റെ തണൽ നമുക്കേവർക്കും അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ ലോകമാകുന്ന സിയോൻ യാത്രക്കാരാകുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കണ്ണുകൾ ഉയർത്തി അങ്ങയെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഏകാഗ്രമാക്കണമേ. അങ്ങയുടെ തണലിൽ അനുദിനം മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.